നമസ്കാരം, ഞാൻ സുജിത്ത് ചിറ്റൂര്. ഞാനിപ്പോൾ ഗുജറാത്ത് കലാപവും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു അഭിമുഖത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നത് ആദ്യം നമ്മുടെ കരസേവകർ ട്രെയിനിൽ വരികയാണ് ഗോദ്ര റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഗോദ്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് കരസേവകർ വന്നു ട്രെയിൻ വന്ന് നിൽക്കുന്നു. ട്രെയിൻ എടുക്കുമ്പോൾ ചെയിൻ വലിക്കുന്നു. ട്രെയിനിൽ മറ്റേ കലാപം ഉണ്ടാകുന്നു. ട്രെയിനിൽ ബ്ലോക്ക് ചെയ്ത് തീയിടുന്നു. കരസേവകർ മരിക്കുന്നു. ഇതുവരെ. ഇനി അടുത്ത സ്റ്റെപ്പ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഹിന്ദുക്കൾ, ഇതിൽ ഭൂരിഭാഗം മുസ്ലിങ്ങളാണെന്ന് ഒരു വെപ്പുണ്ടായിരുന്നു. മുസ്ലിങ്ങളുള്ള ഏരിയ ആയിരുന്നു. മുസ്ലിങ്ങളാണ് ഇതിൽ പങ്കെടുത്തതെന്ന് പറഞ്ഞിട്ടൊരു വെപ്പ് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് കലാപം. ഹിന്ദുക്കളാണ് പിന്നെ മുസ്ലിങ്ങൾക്ക് നേരെ കലാപം അഴിച്ചുവിടുന്നത്. ഹിന്ദുക്കൾ തന്നെയാണ്. കലാപം അഴിച്ചുവിട്ട് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം കലാപം ഒരു ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം ആകുമ്പോഴും ഇത് അടിച്ചമർത്താൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് മാറുകയാണ്. അടിച്ചമർത്താൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പറയുമ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഈ പട്ടേലുമാരുടെ പ്രശ്നം കൊണ്ട് ഇപ്പോൾ ആദ്യം അവിടെ ഒരു പട്ടേൽ മുഖ്യമന്ത്രി ആകുന്നു. പട്ടേലിനെ ഇപ്പോൾ രാജിവെച്ച് പുറത്തിറപ്പിക്കും പറയുന്നു. ഞങ്ങൾ കോൺഗ്രസിൽ പോയി ചേരാൻ പോകണമെന്ന് പറയുന്നു. അങ്ങനെ കുതിരക്കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്വാനിയുടെ PA ആയിരുന്ന നരേന്ദ്രമോദിയെ ഗുജറാത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വളരെ കുറച്ച് ദിവസമായിട്ട് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗുജറാത്ത് മറ്റേ ഭൂകമ്പമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അവിടെ. അപ്പോൾ റീബിൽഡ് ഗുജറാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇത് ഒന്ന് കഴിഞ്ഞ് രണ്ട് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസത്തേക്ക് കലാപം നിൽക്കുമ്പോൾ തൊട്ടടുത്ത രാജസ്ഥാനിൽ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അപ്പുറത്തിരിക്കുന്ന മധ്യപ്രദേശിൽ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അവിടെയുള്ള മുഖ്യമന്ത്രിമാരുമായിട്ട് ഈ നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ട് അവിടുന്ന് പോലീസെ വിട്ടുതരണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ആരും തന്നെ രാജസ്ഥാനോ അല്ലെങ്കിൽ മധ്യപ്രദേശിൽ നിന്നോ പോലീസിനെ ഗുജറാത്തിലേക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ. ഇത് രാഷ്ട്രീയമല്ല കേട്ടോ, സത്യമാണ്. ഇത് നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിട്ട് എടുത്ത് നോക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ രാഷ്ട്രീയം പറയില്ല. അങ്ങനെ ഇതിൽ കലാപം മൂർച്ഛിക്കാൻ വേണ്ടിയിട്ട് ഈ കലാപം ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥയോടെ പാടുപെട്ട ആൾക്കാർ BJP-കാരനെയായിരുന്നു. അത് നമ്മളില്ല എന്ന് പറഞ്ഞില്ല. എന്താണെന്ന് BJP-യിലുള്ള വിമതന്മാർ BJP-യിലുള്ള വിമതന്മാരാണ് ഈ കലാപം ഒരുപാട് കത്തിപ്പടർത്താനുള്ള ഒരുപാട് പ്രയത്നങ്ങൾ അവർ ഈ കലാപത്തിന് ഇത്രയും ആൾനാശം ഉണ്ടാക്കിയതും ഇത്രയും മുസ്ലിങ്ങൾ മരിക്കാനുള്ള കാരണവും BJP-യിലുള്ള വിമതരായിരുന്നു. അതും കൂടി നമ്മൾ പറയണം. അപ്പോൾ അന്നേരം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് അവിടെ ആ സ്ഥലത്ത് അത്ര പരിചയകരമല്ലായിരുന്നു. പുള്ളിയുടെ കൺട്രോളിലല്ലായിരുന്നു. ഒരു പുതിയ മുഖ്യമന്ത്രി, ചോദിക്കാനും പറയുന്ന ആരുമില്ല. BJP ഇത്ര ശക്തിയല്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആത്മാർത്ഥപരമായിട്ട് കലാപം വേണ്ട എന്നുള്ളൊരു ധാരണയുള്ള വ്യക്തിയായിരുന്നു നരേന്ദ്രമോദി, ആത്മാർത്ഥമായിട്ട്. പക്ഷേ ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ട് കൈവിട്ട് പോവുകയാണ്. സംഭവം എല്ലാം നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോവുകയും ഈ പ്രശ്നം ആളിക്കത്തിച്ച് നരേന്ദ്രമോദിയെ ഈ ഗുജറാത്തിൽ നിന്ന് പുറത്ത് അടിക്കാമെന്നും നമുക്കിതിൽ കുതിരക്കച്ചവടത്തിലൂടെ നമുക്ക് കോൺഗ്രസിൻ്റെ അധികാരത്തിൽ പോയി കോൺഗ്രസിൻ്റെ മന്ത്രിമാരാകാമെന്നും കരുതിയ കുറേ BJP MLA-മാർ, BJP-യിലെ കുറേ നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ വലിയ വാഗ്ദാനങ്ങളിൽ വീണതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കലാപം ഇത്രയും ആളിപ്പടരാൻ കാരണം. ഇന്നും ഈ കലാപത്തിൻ്റെ പേരിൽ കല്ലേറ് മേടിക്കുന്ന ഏക വ്യക്തി നരേന്ദ്രമോദിയാണ്. ഇതിന് തൊട്ടടുത്ത മധ്യപ്രദേശിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലോ സംസ്ഥാനങ്ങളിലുള്ള പോലീസുകാരുമായിട്ടും പോലീസ് മേധാവിമാരുമായിട്ടും തൊട്ടടുത്തുള്ള മുഖ്യമന്ത്രിമാരുമായിട്ടൊക്കെ നരേന്ദ്രമോദി ഇടപെടുകയോ ചെയ്തിട്ടുണ്ട്. അവർ പോലീസുകാരെ ഞങ്ങൾക്ക് അധികം വേണം, ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. ഇതിനൊന്നും തൊട്ടടുത്ത കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇതിനൊന്നും പച്ചക്കൊടി കാണിച്ചിട്ടില്ല. അവർ മുഴുവൻ ഇതിനെ ചുവപ്പ് കൊടി കാണിച്ചിട്ട് നമ്മൾ പറഞ്ഞ ഒരു ഗെറ്റ് ഔട്ട് മോഡി, ഇതേതര ഈ മോഡി എന്നുള്ള ധാരണയിലായിരുന്നു ഇവർ ഇതെല്ലാം ചെയ്തത്. അതിനുള്ളൊരു അന്ന് ഈ മോഡിയുടെ കൂടെ ഉണ്ടായിരുന്ന ഏക വ്യക്തി ആരാണെന്നറിയാം? അമിത്ഷായാണ്. അതിനാണ് അന്ന് അധികാരത്തിലേക്ക് വലിയ അധികാരത്തിലേക്ക് മോദി കടന്നു വരുമ്പോൾ
ഇന്നും മോദിയെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആ കലാപത്തിൻ്റെ പേരിലാണ് ഇന്നും അമിത്ഷാ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ എതിർക്കുന്നത്. കോൺഗ്രസിൻ്റെ ഒരു നല്ല നയങ്ങളും ഇന്നും ഈ നമ്മുടെ ചരിത്രത്തിൽ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, നല്ല നയങ്ങൾ ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഛത്തീസ്ഗഡിൻ്റെ കാര്യം പറഞ്ഞാലും ഛത്തീസ്ഗഡിൽ ഈ സംഭവിച്ചതിൻ്റെ കാരണത്തിൻ്റെ പുറകിൽ ആരാണ് കേട്ടാ? കോൺഗ്രസ്സാണ്. എല്ലാം നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റില്ല. ഈ നിയമം ആരെ കൊണ്ടുവന്നത്? കോൺഗ്രസ്സാണ്. ഈ നാട്ടിൽ ബീഫ് നിരോധന നിയമം കൊണ്ടുവന്ന ആരാണ്? കോൺഗ്രസ്സാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പഴി കേൾക്കുന്നത് ബി ജെ പിയിൽ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന സർക്കാരുകളും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുകളിൽ നരേന്ദ്രമോദിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിച്ച് നോക്കുക, ഇതിൻ്റെ തെറ്റും ശരിയും ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ശരിയാണ് സുഹൃത്തെ എന്ന് പറയുക, തെറ്റാണെങ്കിൽ നിങ്ങൾ തെറ്റാണെന്ന് തന്നെ പറയാം. ഓക്കെ.